അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് മദ്രസയിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഈ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഉന്നത വിജയം ഉണ്ടാകും. ഇപ്പോൾ മദ്രസയിൽ പൊതുപരീക്ഷയ്ക്ക് ആവാനായില്ലേ, അതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കുന്നൊക്കെ തിരക്കിലായിരിക്കും. അവർക്ക് എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക, പരീക്ഷാ ഹാളിലേക്ക് എത്തുമ്പോൾ മറന്നു പോകുന്നു, അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്പെടും ഇന്നത്തെ വിഷയം. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പഠിച്ചു തുടങ്ങുക. പരീക്ഷ തലേന്ന് പഠിക്കുന്ന സ്വഭാവം അത് നിർത്തിവെക്കുക. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പാഠങ്ങൾ എടുക്കുമ്പോൾ ഓരോ വിഷയങ്ങൾ ഓരോന്നായി പഠിച്ചു തുടങ്ങുക. അങ്ങനെ ചെയ്താൽ തന്നെ എല്ലാ ദിവസവും ഇതുപോലെ മുടങ്ങാതെ പഠിച്ചാൽ തന്നെ നമുക്ക് ഓർമ്മ നിൽക്കുന്നതാണ്. ഇനി എത്ര പഠിച്ചിട്ടും ഓർമ്മ നിൽക്കാത്ത കുട്ടികൾ ഉണ്ടാകും. അവർ വിചാരിക്കും, ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് റബ്ബേ ഓർമ്മ നിൽക്കാത്തത്, പഠിച്ചതിന് അനുസരിച്ചിട്ട് എനിക്ക് വിജയം ലഭിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അവർ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, പഠിച്ചു കൊണ്ടേയിരിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തവക്കുൽ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം പഠിക്കുന്നതിന് മുമ്പ് ഒളുവൊക്കെ എടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഖിബ്ലയ്ക്ക് മുന്നിട്ടിരിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ഇരുന്ന് വേണം പഠിക്കാനായിട്ട്. എപ്പോഴും സ്വലാത്ത് ചൊല്ലണം. നബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. ദിക്ർ എടുക്കണം. ഏത് ദിക്റായാലും ദിക്ർ എടുക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണെങ്കിലും ഏത് ദിക്റാണെങ്കിലും ഏത് സ്വലാത്താണെങ്കിലും നിത്യമാക്കുക. മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. 5 വഖത്ത് നിസ്കാരം ഖളാക്കാതെ നിസ്കരിക്കുക. നിസ്കാര ശേഷം അവിടെ ഇരുന്ന് തന്നെ അലം നശ്റഹ് ലക സ്വദ്റക് എന്ന സൂറത്ത് 7 പ്രാവശ്യം വലത്തെ കൈ ഇടത്തെ നെഞ്ചിൻ്റെ മുകളിലായി വെച്ചിട്ട് ഓതിയിട്ട് ഇശ്ഫി എന്ന് മന്ത്രിച്ച് ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുക. പരീക്ഷയുടെ കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുക. നമുക്ക് നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി വർദ്ധിക്കുന്നതാണ് ഈ ഒരു സൂറത്ത് ഓതുന്നത് മൂലം. പരീക്ഷ ഹാളിൽ ഇതൊരു വിജയമായിട്ട് തീരുന്നതാണ്. എല്ലാ ദിവസവും ചെയ്യുന്നത് മൂലം നമുക്കതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഓതാൻ അറിയില്ലെങ്കിൽ അവരുടെ ഉമ്മമാർ ചെയ്തു കൊടുക്കുക. അവർ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അലം നശ്ർ സൂറത്ത് 7 പ്രാവശ്യം ഓതിയിട്ട് അവർക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കാൻ കൊടുക്കുക. രാത്രി കിടക്കുമ്പോഴും കുടിക്കാൻ കൊടുക്കുക. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവരുടെ മറവി രോഗം മാറി അവർക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി വർദ്ധിക്കുന്നതാണ്. പരീക്ഷയിൽ നല്ല ഉന്നത വിജയം ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാ സമയത്തും നിസ്കാരശേഷം അലം നശ്ർ ഓതാൻ കഴിയുന്നില്ല, സ്കൂൾ ടൈമാണ്, അങ്ങനെ അവിടെ നിന്നും ഓതാൻ പറ്റുന്നില്ലെങ്കിൽ 2 നേരമെങ്കിലും ഓതുക. സുബഹി നിസ്കാരശേഷവും മഗ്‌രിബ് നിസ്കാരശേഷവും ഓതുക. അതുപോലെ തന്നെ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ നാമമായ യാ ഖയ്യൂം യാ അല്ലാ എന്ന നാമം ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. ഇൻഷാ അല്ലാ അതിൻ്റെ ഫലം കാണുക തന്നെ ചെയ്യും. ചൊല്ലാൻ എത്ര പ്രാവശ്യം കഴിയുന്നോ അത്ര പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഫലമുണ്ട്, മഹത്വമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ ചെയ്യുക. ഇൻഷാ അല്ലാ അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സൂറത്ത് അംബിയായിലെ ഫഫഅംനാ സുലൈമാന വകുല്ലൻ ആതൈന ഹുക്മൻ വഇൽമൻ വസഖർന മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വതയ്യിർ വകുന്നാ ഫായിലീൻ എന്ന ആയത്ത് ഓതുക. ഇത് മുടങ്ങാതെ ഓതുക. ഇൻഷാ അല്ലാ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മറവി കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ ഓർമ്മശക്തി ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. പരീക്ഷ ഹാളിൽ പോകുമ്പോൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവുക. അതോടൊപ്പം തന്നെ പരീക്ഷ ഹാളിലേക്ക് എത്തുമ്പോൾ മഹാന്മാരുടെ പേരിൽ, അതായത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടങ്ങുന്ന അമ്പിയാക്കളുടെയും ഔലിയാക്കന്മാരുടെയൊക്കെ പേരിൽ
ഫാത്തിഹയ്ക്ക് ഓതിയിട്ട് ദുആ ചെയ്തിട്ട് 7 പ്രാവശ്യം ഫാത്തിഹ ഓതുക. എന്നിട്ട് ദുആ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വലത്തേ കാല് വെച്ച് പരീക്ഷ ഹാളിലേക്ക് കയറിയിട്ട് അവിടെ ഇരുന്ന് ദുആ ചെയ്യുക. സ്വലാത്ത് ചൊല്ലാൻ എത്ര പ്രാവശ്യം കഴിയുന്നോ പരീക്ഷ ഹാളിൽ ഇരുന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. പേടി മാറ്റിവെക്കുക. തവക്കുൽ ചെയ്തിട്ട് സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് മൂലം നമുക്ക് എന്തായാലും ഓർമ്മയുള്ള കാര്യങ്ങൾ എന്തായാലും അവിടെ നിന്ന് അള്ളാഹു സഹായിക്കാതിരിക്കില്ല. നമ്മൾ മഹാന്മാരുടെ പേരിലൊക്കെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലൊക്കെ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. ഇൻഷാ അള്ളാഹ് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഫലം ഉറപ്പാണ്. ഇൻഷാ അള്ളാഹ് പരീക്ഷ ഹാളിൽ ധൈര്യമായിട്ടിരിക്കുക. ഒരു പേടിയും പേടിക്കേണ്ട. നന്നായിട്ട് പഠിക്കുക. ചോദ്യപേപ്പർ കിട്ടിയ ഉടനെ നമ്മൾ ഓതിയ സ്വലാത്തും ദിക്റുകളും ഫാത്തിഹയ്ക്ക് ഓതിയിരിക്കുകയാണല്ലോ, ദുആയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പേപ്പറിൽ ഇഷ്ഫി എന്ന് മന്ത്രിച്ച് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ പേപ്പർ എഴുതി വെക്കുക. എന്നിട്ട് ചോദ്യം നന്നായിട്ട് വായിക്കുക. എന്നിട്ട് ശരിയായ ഉത്തരം അറിയുന്നത് ഫസ്റ്റ് എഴുതുക. അറിയാത്തത് വിടുക. അറിയാത്തതിന് വേണ്ടിയിട്ട് നിൽക്കരുത്. അറിയുന്നത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇങ്ങനെ ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഒരു പേടിയും പേടിക്കേണ്ട. ഇൻഷാ അള്ളാഹ് തവക്കുൽ ചെയ്യുക. അള്ളാഹു കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എപ്പോഴും ഉണ്ടാകുക. നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്കോടെ എല്ലാവരും പൊതുപരീക്ഷയിലും മറ്റുള്ള വിദ്യാഭ്യാസങ്ങളിലും എല്ലായിടത്തും നല്ല ഉന്നത വിജയം അള്ളാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.